Good morning, students. ഇന്ന് നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് നമ്മൾ ഇൻഫ്ലേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എല്ലാം പഠിച്ച് കഴിഞ്ഞു. ഡൈനാമിക് ആണ്. There are two main reasons: demand pull and cost push, and it is a monetary phenomenon, economic phenomenon, etc. അങ്ങനെ നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മളുടെ ടൈപ്സ് ഓഫ് ഇൻഫ്ലേഷൻ ആണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടൈപ്പ് ഈസ് ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ. ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ, that is the demand, excess of demand over supply pulls the price to a higher level. അപ്പോൾ അതിൽ ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷനിൽ പല അപ്രോച്ച് ഉണ്ട്. അതിൽ ഫസ്റ്റ് അപ്രോച്ച് ആണ് ക്വാണ്ടിറ്റി തിയറി ഓഫ് മണി അപ്രോച്ച്. ക്വാണ്ടിറ്റി തിയറി ഓഫ് മണി അപ്രോച്ച്. ക്വാണ്ടിറ്റി തിയറി ഓഫ് മണി നിങ്ങൾ പഠിച്ചതാണ്. S4 നിങ്ങൾ പഠിച്ചതാണ്. That is MV is equal to PT. That is the quantity of money into velocity of circulation of money will give you the price into the transactions, total transactions. So what happens when the quantity of money increases, their purchasing power increases and value of money decreases. In other words, if the quantity of money doubles, the value of money becomes half. When the quantity of money becomes double, the value of money becomes half. So this is the relation between quantity of money and value of money. അപ്പോൾ കൂടുതൽ ആളുകളുടെ കയ്യിൽ ഇഷ്ടംപോലെ പൈസ ആയിക്കഴിഞ്ഞാൽ the value of it diminishes. അതിൻ്റെ ഒരു രൂപയ്ക്ക് എത്രമാത്രം കിട്ടും, അല്ലെങ്കിൽ 100 രൂപയ്ക്ക് എത്ര ഗുഡ്സ് ആൻഡ് സർവീസസ് പർച്ചേസ് ചെയ്യാൻ സാധിക്കും എന്നുള്ള ആ ക്വാണ്ടിറ്റി ഡിമിനിഷസ്. ദാറ്റ് ഈസ് ദ കേസ് ഓഫ് ഡിമിനിഷിങ് വാല്യൂ ഓഫ് മണി. ഓക്കെ, അത് പ്രകാരം നമ്മൾ ഇൻഫ്ലേഷൻ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ what happens? The quantity of money increases, that is the money in the hands of the public increases. So ആളുകളുടെ കയ്യിൽ ഇഷ്ടം പോലെ പൈസ ആവുന്നു. So they are now having more capacity to purchase goods and services. So what happens? There will demand. നമ്മുടെ കയ്യിലാണെങ്കിലും പൈസ കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ, വിചാരിച്ചതിനേക്കാൾ കൂടുതൽ പൈസ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഡിമാൻഡ് ചെയ്യും. സോ ഈ പൈസ കൂടുതൽ കിട്ടുന്നു എന്നുള്ളത് ആൻറ്റിസിപ്പേറ്റ് ചെയ്തിട്ടില്ല പ്രൊഡ്യൂസേഴ്സ്. So what happens? They have imagined previous years or previous seasons demand, and accordingly they have produced something. So if 50 units of commodity is supplied, that is produced, and 75 units there is demand for that product has become 75 units. What happens? There is no such extra quantity there. എല്ലാ കമ്മോഡിറ്റിയും പെട്ടെന്ന് പ്രൊഡ്യൂസ് ചെയ്യാൻ ഷോർട്ട് റണ്ണിൽ സാധിക്കില്ല. അപ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ റൈസ്, അമ്മാതിരി അഗ്രികൾച്ചർ പ്രോഡക്ട്സ്, മാംഗോസ്, ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ മാംഗോസ്, ജാക്ക് ഫ്രൂട്ടൊക്കെ പ്രൊഡക്ഷൻ കുറവാണ് എന്ന് വെച്ചാൽ ഈൽഡ് കുറവാണ് ഒരു വർഷം. അപ്പോൾ അതിന് ഡിമാൻഡ് കൂടി എങ്കിൽ ജാക്ക് ഫ്രൂട്ടിൻ്റെയും മാംഗോവിൻ്റെയും കർഷകർ അതിൻ്റെ പ്രൈസ് കൂട്ടും. അപ്പോൾ ഈ പ്രൈസ് ആണെങ്കിൽ മേടിച്ചാൽ മതി എന്ന് പറയും. ഓക്കെ, സോ വാട്ട് ഹാപ്പൻസ്? ഇൻഫ്ലേഷൻ അറൈസസ്. അപ്പോൾ ഒരു കമ്മോഡിറ്റിയിൽ ഉണ്ടാകുന്ന ഈ എക്സസ് ഡിമാൻഡ് ഓവർ സപ്ലൈ ലീഡ്സ് ടു ഇൻക്രീസ് ഇൻ പ്രൈസ് ഓഫ് ദാറ്റ് കമ്മോഡിറ്റി, ആൻഡ് ഇറ്റ് ക്യുമുലേറ്റ്സ് ആൻഡ് സ്പ്രെഡ്സ് ഓവർ ടു ഓൾ അതർ കമ്മോഡിറ്റീസ് by increase in the other various price of raw materials and etc., and cost of production increases, thereby price increases. Okay, അതാണ് ക്വാണ്ടിറ്റി തിയറി ഓഫ് മണി അപ്രോച്ച്. ക്വാണ്ടിറ്റി തിയറി ഓഫ് മണി പ്രകാരം ഉണ്ടാവുന്ന പ്രൈസ് ലെവൽ ഇൻക്രീസ് ആണ് ഇൻഫ്ലേഷൻ എന്ന് അവർ പറയും. അവിടെയും ഡിമാൻഡാണ് പുൾസ് ദ പ്രൈസ് അപ്പ്. Then next is income expenditure approach. ഇൻകം എക്സ്പെൻഡിച്ചർ അപ്രോച്ച്. സോ ഈ ക്വാണ്ടിറ്റി ഓഫ് മണി ഇൻക്രീസ് ആവുക എന്നുള്ളത് അവർ ഇൻകം ഇൻക്രീസ് ആവുന്ന ഇൻ്റർപ്രിട്ടേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇൻകം കൂടുമ്പോൾ നോർമലി ഡിമാൻഡ് ഇൻക്രീസസ്, ക്വാണ്ടിറ്റി ഡിമാൻഡ് ഇൻക്രീസസ്. So within
the short run, we cannot increase, the producers cannot increase the supply, production. So what happens? Supply becomes lower than the demand. So in the short run, there is no other way than to increase the price. അപ്പോൾ ഡയഗ്രാമാറ്റിക് റെപ്രസെൻറ്റേഷൻ ഉണ്ട്, നമുക്ക് നോക്കാം. ഷോർട്ട് റണ്ണിൽ സപ്ലൈ കർവ് ഇങ്ങനെയാണ് ഇരിക്കുക. കുറച്ച് ദൂരം പോസിറ്റീവ് ഡയറക്ഷൻ, അതായത് ഇൻക്രീസിങ് ലെവൽ. അത് കഴിഞ്ഞാൽ പിന്നെ അത് കോൺസ്റ്റൻ്റ് ആവും. കാരണം ഫിക്സഡ് കോസ്റ്റ് ഉള്ളതുകൊണ്ടാണ്, അതായത് ഫിക്സഡ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എക്സിസ്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. ഇപ്പം ആലോചിക്കുക, അഗ്രികൾച്ചറിൽ തന്നെ ആലോചിക്കുക, അവിടെയാണ് ഏറ്റവും ഫ്രിക്ഷൻ, ഏറ്റവും ഇത് ഫിക്സിഡിറ്റി ഉള്ളത്. അപ്പം അഗ്രികൾച്ചറിൽ ഇപ്പം പാടി തന്നെ വിചാരിക്കുക, 3 months കൂടുമ്പോഴാണ് അതിൻ്റെ റീപ്പിംഗ് സമയം. അപ്പോൾ ബിഫോർ 3 months പ്ലാൻ ചെയ്തിട്ടുണ്ടാവും എത്ര ഏക്കറിൽ കൃഷി ചെയ്യണം, അല്ലെങ്കിൽ അവനവൻ്റെ സ്വന്തം സ്ഥലത്ത് അത് കൃഷി ചെയ്യണോ വേണ്ടേ, അല്ലെങ്കിൽ വേറെ ക്രോപ്പ് വേണോ എന്നൊക്കെ തീരുമാനിച്ചിട്ടുണ്ടാവും. അത് കഴിയുമ്പോഴാണ് ഈ 3 മാസത്തിനിടയ്ക്കാണ് ഈ ഡിമാൻഡ് ഇൻക്രീസ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇനി വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഉടനെ വേറെ വിത്തെടുത്ത് അത് വിതയ്ക്കാൻ പറ്റുമോ? ഇല്ല. അത് പ്രൊഡക്ഷൻ തീരുമാനിച്ചു കഴിഞ്ഞു, ഇനി അത്ര തന്നെ ഉണ്ടാവുള്ളൂ. പിന്നെ വേരിയസ് സീസണൽ ഫാക്ടേഴ്സ് ഉണ്ട്, അതിനൊക്കെ അനുസരിച്ച് yield അതിനനുസരിച്ച് കുറയും, ചിലപ്പോൾ കൂടും. എന്തായാലും അതിൻ്റെ ഉള്ളിൽ ഈ 3 മാസത്തിനിടയ്ക്ക് ഡിമാൻഡ് ഇൻക്രീസ് സംഭവിച്ചിട്ടുണ്ടാവും. സോ ദർ ഇസ് നോ ചാൻസ് ടു ഇൻക്രീസ് ദ സപ്ലൈ. ഇനി വേറെ ഇൻഡസ്ട്രിയൽ പ്രോഡക്റ്റ് എടുത്ത് നോക്കാം. അവിടെയും 100 യൂണിറ്റ്സിനുള്ള കപ്പാസിറ്റി ആയിരിക്കും അവർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവുക. ഫാക്ടറിയിൽ ഇൻഡസ്ട്രിയൽ മെഷീൻസും ആയാലും അവർ നോർമൽ ആയിട്ട് ഷോർട്ട് റണ്ണിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയത് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി അവരുണ്ടാവുള്ളൂ. വിചാരിക്കില്ല ഇത്രയും ഡിമാൻഡ് കൂടുന്നു. ഇപ്പോൾ മൊബൈൽ ഫോൺസ്, കാറ്, അങ്ങനെയൊക്കെയുള്ള പ്രോഡക്റ്റ്സ് എടുത്ത് നോക്കിയാലും അവർ ടെക്നോളജിക്കലി സെറ്റായിട്ടുള്ള ഒരു മാസം എത്ര പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. പക്ഷേ ആ ഒരു മാസത്തിനിടയ്ക്ക് വാട്ട് എവർ മേ ബി ദ റീസൺ, അവർ ഡിമാൻഡ്, കൺസ്യൂമേഴ്സ് നമുക്ക് ബിഹേവിയർ പറയാൻ പറ്റില്ല, അവർ ഇൻക്രീസ് ആയി ബിക്കോസ് ഇൻകം ഇൻക്രീസ്ഡ്. എങ്ങനെയോ അവരുടെ ഇൻകം കൂടി, അവർ കാറിന് കൂടുതൽ ഡിമാൻഡ് ചെയ്തു. അപ്പോൾ കമ്പനിക്കാരും പ്രതീക്ഷിച്ചിട്ടില്ല ഇത്ര ഡിമാൻഡ് ഉണ്ടാവുമെന്ന്. അപ്പോൾ ദർ ഇസ് നോ അതർ വേ, ഇൻക്രീസ് ദ പ്രൈസ് കൂട്ടും. അപ്പോൾ ഡയഗ്രാം നോക്കാം. അപ്പോൾ അതുകൊണ്ടാണ് ഈ സപ്ലൈ കർവ് ഇങ്ങനെ ഇരിക്കുന്നത്. കുറച്ചൊക്കെ കപ്പാസിറ്റി കൂടുതലാക്കാം. അവർ ഒരു മെഷീനിന് കപ്പാസിറ്റി 100 യൂണിറ്റിന് വേണ്ട അവർ 80 പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, ഡിമാൻഡ് കൂടി 100 ആക്കാം. പക്ഷെ അതിനും ബിയോണ്ട് ദർ ഇസ് നോ ചാൻസ് ടു ഇൻക്രീസ് ദ സപ്ലൈ പ്രൊഡക്ഷൻ. സോ സപ്ലൈ കർവ് കോൺസ്റ്റന്റ് ആവും, വെർട്ടിക്കൽ ആവും. അങ്ങനെ ഇരിക്കുമ്പോൾ ഡിമാൻഡ് ഇങ്ങനെ D1, D2, D3, D4 ഷിഫ്റ്റ് ആയാൽ നിങ്ങൾ നോക്കണം, ഈ D1, D2, D3 വരയ്ക്കും പ്രൈസിൻ്റെ ഇൻക്രീസ് ഒരു നോർമലാണ്. സാധാരണ എത്ര വരുമോ അത്ര P1, P2, P3 ആ ഒരു ലെവലിലാണ് ഇൻക്രീസ് ആവുന്നുള്ളൂ. പക്ഷേ ഈ കോൺസ്റ്റന്റ് സപ്ലൈ ഭാഗത്ത് ഡിമാൻഡ് കൂടിക്കഴിഞ്ഞാൽ D4 പ്രൈസ് കണ്ടോ, ഇത്രയും ഗ്യാപ്പ് ഉണ്ട്, ഇത്ര കണ്ട് ഇൻക്രീസ് പ്രൈസ് ഉണ്ടാവും. ദിസ് പോർഷൻ ഈസ് കോൾഡ് ഇൻഫ്ലേഷൻ. Okay, the excess of demand over supply in the short run beyond a level because of the increase in income, it leads to increase in demand and thereby expenditure increases. That is, it will lead to a price inflation. Okay, thank you.